സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൻ്റെ ഡെഫിനിഷൻ. രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് കണ്ടു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നോക്കിയിരുന്നു. ഇനിയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൻ്റെ 3 ടോപ്പിക്കുകളാണ് അടുത്തത്. പാറ്റേൺ മാച്ചിങ്, ഡാറ്റ ടൈപ്പ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് പാറ്റേൺ മാച്ചിങ്. ഡാറ്റ ടൈപ്സ് ഒക്കെ വല്ലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷനും വല്ലപ്പോഴും ചോദിച്ചതായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, പാറ്റേൺ മാച്ചിങ്. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ സ്ട്രിംഗ് ആൻഡ് പാറ്റേൺ മാച്ചിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതതുപോലെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. റെഗുലർ എക്സ്പ്രഷൻ, നിങ്ങൾ റെഗുലർ എക്സ്പ്രഷനൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻസ് ആർ പ്രസന്റ് ഇൻ മെനി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അതായത് നമ്മുടെ ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. റെഗുലർ എക്സ്പ്രഷനും യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡഡ് റെഗുലർ എക്സ്പ്രഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ എക്സ്റ്റെൻഡഡ് റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്ന ചില ലാംഗ്വേജസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേള്, TCL, പൈത്തൺ, റൂബി, ഇതൊക്കെ എക്സ്റ്റെൻഡഡ് റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഒക്കെയാണ്. ഓക്കെ, നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ്റെ POSIX സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. POSIX സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട്. ഓക്കെ, അത് മാത്രമല്ല പാറ്റേൺ മാച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും. സ്ട്രിങ് തന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെ മാച്ച് ചെയ്യുന്ന സ്ട്രിങ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. അതുപോലെ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ആ സ്ട്രിങ്ങിന് വരിക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, POSIX റെഗുലർ എക്സ്പ്രഷൻ കുറച്ചും കൂടെ ജനറൽ ആയിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട്. അതായത് റെഗുലർ എക്സ്പ്രഷനെ പറ്റിയിട്ടൊന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. അതായത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ റെഗുലർ എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുന്നേ റെഗുലർ എക്സ്പ്രഷൻ ഡീലിമിറ്റഡ് ബൈ എ പെയർ ഓഫ് ഫോർവേഡ് സ്ലാഷ്. നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നത് ഈ രീതിയിലാണ് എഴുതുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡീലിമിറ്റഡ്, അതായത് ഈ ഫോമിലാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ വരുന്നത്. അതായത് വിത്തിൻ ഈ ഒരു സ്ലാഷിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താണോ എക്സ്പ്രഷൻ എഴുതുന്നത് അത് വരുന്നത്. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഈ ഒരു സ്ലാഷ് ബാക്ക്വേർഡ് സ്ലാഷും ഫോർവേഡ് സ്ലാഷ് വിത്തിൻ 2 ഫോർവേഡ് സ്ലാഷിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ എക്സ്പ്രഷൻ എഴുതുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു സിമ്പലും ഡോളർ സിമ്പലും നിങ്ങൾ കാണാം. അത് ബിഗിനിങ്ങിനെയും എൻഡിനെയും കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ബിഗിനിങ് കാണിക്കാനും എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഡോളർ സൈനും ഈ ഒരു പെർട്ടിക്കുലർ സിമ്പലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഇനി നമ്മൾ പഠിക്കുമ്പോൾ നോക്കുമ്പോൾ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നാളൂ. പിന്നെ എന്താണ്, നമ്മൾ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു വിത്തിൻ ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് കുറച്ച് ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അത് എഴുതിയിട്ട് അതൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിലാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഇതിലാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഡിജിറ്റ് മാച്ച് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് /d ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓർ ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ജനറൽ ആയിട്ട് ഇവിടെ പറഞ്ഞത്. ഒരു റെഗുലർ എക്സ്പ്രഷൻ എഴുതുക വിത്തിൻ ഈ ഫോർവേഡ് സ്ലാഷിൻ്റെ ഉള്ളിലാണ് എന്താണോ നമ്മൾ എക്സ്പ്രഷൻ. ഇപ്പോൾ A+B ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് A+B ആണെങ്കിൽ അത് എക്സ്പ്രഷൻ, എക്സാമ്പിൾ പറഞ്ഞാലും ആ എക്സ്പ്രഷൻ എഴുതുന്നത് ഈ ഒരു വിത്തിൻ ഫോർവേഡ് സ്ലാഷിൻ്റെ ഉള്ളിലാണ്. ഇത് ലീഡിങ് എഡ്ജും ട്രെയിലിംഗ് എഡ്ജും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രിങ്ങിൻ്റെ ഈ 2 സിമ്പൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രിങ് ഒക്കെ കൊടുക്കുന്നത്, നമ്മുടെ സ്ട്രിങ് പാറ്റേൺ ഒക്കെ കൊടുക്കുന്നത് വിത്തിൻ ഈ ബ്രേസസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ആ സ്ട്രിങ്ങിൻ്റെ പാറ്റേൺ കണ്ടുപിടിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ കൊടുക്കുന്നത് ഈ ഒരു ഡീലിമിറ്റിൻ്റെ ഉള്ളിലാണ്. പിന്നെ /d എന്നൊക്കെ പറയുന്നത് സ്ട്രിങ് ഡിജിറ്റ്സിൻ്റെ മാച്ച് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /d യൂസ് ചെയ്യുന്നത്. ഇത് ഓറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്ക് പതിയെ അതിൻ്റെ എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ആദ്യം ഓർക്കേണ്ടത് റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നത് വിത്തിൻ ഇതിൻ്റെ ഉള്ളിലാണ്, അതൊരിക്കലും മറക്കരുത്. ഇതിൽ ഒരു പാറ്റേൺ മാച്ചിങ്ങിൻ്റെ ഒരു POSIX റെഗുലർ എക്സ്പ്രഷൻ്റെ ഒരു ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ഒരു റെഗുലർ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. വിത്തിൻ
എന്താണ് ഫോർവേഡ് സ്ലാഷിനിടയിൽ നമ്മളൊരു റെഗുലർ എക്സ്പ്രഷൻ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ TOC ഒക്കെ പഠിച്ചതുകൊണ്ട് സ്റ്റാർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെന്താണ് ഓർ ആണ്, ഇത് നിങ്ങൾക്കറിയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നേരത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സ്ലാഷിന്റെ കാര്യം പറഞ്ഞു, ഈ ഒരു സിമ്പിൾസിന്റെ കാര്യം പറഞ്ഞു, /d പറഞ്ഞു, ഓർ പറഞ്ഞു. ഇനി അതുപോലെ കുറച്ച് അതർ ക്വാണ്ടിഫയേഴ്സ്, റെഗുലർ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുന്ന അതർ ക്വാണ്ടിഫയേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു റെഗുലർ എക്സ്പ്രഷൻ എക്സാമ്പിൾ ആണ്. ABCD ഓർ EFG*. ഇങ്ങനെ ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഇതിനെ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു റെഗുലർ എക്സ്പ്രഷനെ ഫോളോ ചെയ്യുന്ന സ്ട്രിങ്സ് ആണ്. കാരണം ABCD എന്ന് പറയുന്ന സ്ട്രിങ് എന്താണ്, ഈ റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ABEFG, CD or EF എന്നാണ് പറയുന്നത്. സോ ABCD നമുക്ക് എഴുതാം, ABEF എഴുതാം, ABEFG എഴുതാം, ABEFGG എഴുതാം. കാരണം G സ്റ്റാർ ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് G എഴുതാം. അതുപോലെ ABCDG എഴുതാം, ABCDG*GG എഴുതാം. ഓക്കെ, ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാച്ചിങ് സ്ട്രിങ്സ് നിങ്ങൾക്ക് തന്നെ എഴുതാം. എത്രത്തോളം മാച്ച് ചെയ്യുന്ന സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സ്ട്രിങ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് സ്ട്രിങ്സ് ആണ് ഇത്. ഈ സ്ട്രിങ്സ് ഒക്കെ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ TOCയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി അതുപോലെ ഇതും നിങ്ങൾ TOCയിൽ പഠിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർ വന്നാൽ നിങ്ങൾക്കറിയാം എന്താണ് 0 or more occurrence ആണെന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെയാണ് വരുവാണെങ്കിൽ അത് 0 or 1 റിപ്പീറ്റേഷൻ ആണ്. അതായത് ആ സ്ട്രിങ് 0 അല്ലെങ്കിൽ 1 റിപ്പീറ്റേഷൻ വരാം. പ്ലസ് ആണെങ്കിൽ 1 more repetition, 1 or more repetition. വിത്തിൻ n ആണെങ്കിൽ എക്സാക്ട്ലി n റിപ്പീറ്റേഷൻ, 5 ആണെങ്കിൽ 5 തവണ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരാം. n ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് n റിപ്പീറ്റേഷൻ. ഓക്കെ, nm ആണെങ്കിൽ ബിറ്റ്വീൻ n and m റിപ്പീറ്റേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ബിഗിനിങ് ആൻഡ് എൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സിമ്പൽ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ ഇതിലെ കുറച്ചും കൂടെ അതർ ക്വാണ്ടിഫയേഴ്സ് ആണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് കാര്യം അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നേരത്തെ അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ, നേരത്തെ സെയിം എക്സാമ്പിൾ ആണ്, അതിനുള്ള ഇതായിട്ടാണ് കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമാതിരി ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 9 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 9 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്, ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്, ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്, ഇതിന്റെ ഔട്ട്പുട്ട് 9 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഓരോ മാർക്ക് വെച്ചിട്ടാണ് ഓരോന്ന്. എത്ര പെട്ടെന്ന് ഇത് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പാറ്റേൺ മാച്ചിങ്ങിന്റെ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക് ആകുമ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്, 0 or 1 occurrence. ഓക്കെ, ABC ഒരു തവണ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ABC 2 തവണ എഴുതാം. 2 തവണ ആ സ്ട്രിങ് വരുന്ന കേസ് ആവാം. അതും ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ ഫോളോ ചെയ്യുന്ന സ്ട്രിങ് ആണ്. ഓക്കെ, അതുപോലെ പ്ലസ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, അതായത് ഈ ഒരു പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനെ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് നമ്മൾ ഇവിടെ എഴുതി. ഇനി ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആണ്. AB*. AB* എന്ന് പറയുമ്പോൾ സ്റ്റാറിന്റെ മീനിങ് എന്താണ്, 1 or more സ്റ്റാർ, 0 or more occurrence ആണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ BC എന്ന് പറയുന്ന സ്ട്രിങ് എത്ര വേണമെങ്കിലും ഒക്കർ ചെയ്യാം. 0 occurrence ആവാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് 1 or more occurrence വരാം. ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ആണെങ്കിൽ ABC എഴുതണം നിർബന്ധമില്ല. അതാണ് 0 or more occurrence ആണ്. നമുക്ക് A എഴുതാം. അടുത്ത എന്താണ്, ABC എഴുതാം. അടുത്ത എന്താണ്, ഇതാണ് BC ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇവിടെയാണ് സ്റ്റാർ ഉള്ളത്. സോ BC റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇതില് ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്, A വരാം, വെറും A മാത്രം വരാം. ABC വരാം, ABC BC. ഓക്കെ, ABC BC BC അങ്ങനെ എക്സെട്ര അത് രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും BC നമുക്ക് എഴുതിക്കൊണ്ടേയിരിക്കാം. ഇതാണ് ഇത്രയും സ്ട്രിങ്സ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇതെല്ലാം ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിങ്സ് ആണ്. ഓക്കെ, ഇത് 0 or more occurrenceന്റെ ആണ് BC പറയുന്നത്. എത്ര വേണമെങ്കിലും BC നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ABC ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 0 or 1 റിപ്പീറ്റേഷൻ. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 റിപ്പീറ്റേഷൻ. ഇതെന്താണ്, സ്റ്റാർ വരുവാണെങ്കിൽ 0 or more റിപ്പീറ്റേഷൻ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും 0 മുതൽ എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരാം. ആ സ്ട്രിങ്ങിനെ നമുക്ക് എഴുതാം. പക്ഷെ
ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ഒന്നുകിൽ ആ ഒരു പാറ്റേൺ, ആ ഒരു ഇതില്ലാതൊരു റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ വൺ വരുന്ന കേസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ ഇതെന്താണ് വരിക, ഒന്നുകിൽ എ, കാരണം ഇത് എഴുതാത്ത രീതിയിൽ 0, അല്ലെങ്കിൽ എന്താണ് ബി സി, ഒരു തവണ എ ബി സി എഴുതുന്നത്, അത് 0 or 1. ഇവിടെ എന്താണ് ബി സി ഇല്ല, അപ്പൊ 0. ഇവിടെ എന്താണ് ബി സി ഉണ്ട്, 1, ഒരു റിപ്പീറ്റേഷൻ വന്നു. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾക്ക് 0 or more occurrence ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾ TUC പഠിച്ചതാണ്, അത് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, കാരണം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇവിടെ ആണെങ്കിൽ സ്റ്റാർ ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോഴെന്താണ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1, ഈ രണ്ട് കേസേ വരും. അപ്പൊ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി സി വരാം, എ ബി സി വരാം. ഇനി പ്ലസ് ആകുമ്പോഴെന്താണ് 1 or more റിപ്പീറ്റേഷൻ. സ്റ്റാറും പ്ലസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റാർ ആണെങ്കിൽ 0 or more റിപ്പീറ്റേഷൻ. സ്റ്റാറിൽ എ എന്ന് പറയുന്നൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഇത് 0 റിപ്പീറ്റേഷൻ ആവും. പക്ഷെ പ്ലസ് ആണെങ്കിൽ എന്താണ്, ഫസ്റ്റ് സ്ട്രിങ് തന്നെ എന്തായിരിക്കാം, എ ബി സി ആയിരിക്കാം. അടുത്ത എന്താണ് എ ബി സി ബി സി, അതായത് 1 or more റിപ്പീറ്റേഷൻ, ഒരു തവണയെങ്കിലും ബി സി എന്ന് പറയുന്ന സ്ട്രിങ് റിപ്പീറ്റ് ചെയ്യണം, അതായത് പ്ലസ് ഉള്ള സ്ട്രിങ് റിപ്പീറ്റ് ചെയ്യണം. അതാണ് അതിന് എക്സാമ്പിൾ. ഇനി എ ബി സി 3 എന്ന് പറയുമ്പോൾ എന്താണ്, 3 തവണ മാത്രമേ ഇത് സ്ട്രിങ് റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സ്ട്രിങ് മാത്രമേ ഇതിൽ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ബി സി ബി സി ബി സി ഇത് മാത്രമേ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രിങ് ഉണ്ടാക്കാം. 2 കൊമ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, 2 കൊമ എന്ന് പറയുമ്പോൾ എന്താണ് n കൊമ, അറ്റ്ലീസ്റ്റ് n റിപ്പീറ്റേഷൻ, അറ്റ്ലീസ്റ്റ് n. ഇപ്പോൾ 2 ആണ് കൊടുത്തതെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ 2 ആണ് കൊടുത്തതെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കണം. അതായത് എ ബി സി ബി സി ബി സി ബി സി, അതായത് അറ്റ്ലീസ്റ്റ് 2 ഉണ്ടായിരിക്കണം. ഈ ഒരു സ്ട്രിങ്ങിൽ എത്ര റിപ്പീറ്റേഷൻ ഉണ്ട്, ബി സി 1 2. ഈ ഒരു സ്ട്രിങ്ങിൽ എത്രയുണ്ട്, 1 കൂടുതൽ എത്ര, 2 കൂടുതൽ എത്രയോ ആവാം, അറ്റ്ലീസ്റ്റ് 2 ഉണ്ടായിരിക്കണം. ഓക്കെ, മിനിമം 2 ഉണ്ടായിരിക്കണം. ഇനി 1,3 ആണെങ്കിൽ എന്താണ്, 1,3 ആണെങ്കിൽ എ ബി സി 3 റിപ്പീറ്റേഷൻ, 1 3 3 റിപ്പീറ്റേഷൻ വരാം. അതായത് ബി സിയുടെ 1 വരാം, 2 വരാം, 3 വരാം. അതായത് എ ബി സി എ ബി സി ബി സി എ ബി സി ബി സി ബി സി, ഇവിടെ 1 റിപ്പീറ്റേഷൻ, ഇവിടെ 2 റിപ്പീറ്റേഷൻ, ഇവിടെ 3 റിപ്പീറ്റേഷൻ, ഇത്ര വരെ പോസിബിൾ ആവും. അതായത് 1 മുതൽ 3 വരെ റിപ്പീറ്റേഷൻ. ബി സിയുടെ 1 റിപ്പീറ്റേഷൻ ആവും, 2 റിപ്പീറ്റേഷൻ ആവും, 3 റിപ്പീറ്റേഷൻ ആവും. ഇനി 1,4 ആണെങ്കിൽ എന്താണ്, എ ബി സി വരും, എ ബി സി ബി സി വരും, എ ബി സി ബി സി ബി സി. ഇനി അടുത്ത എന്താണ് എ ബി സി ബി സി ബി സി ബി സി, 4 ബി സി വരും. അതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സാമിന് ചോദിക്കുന്നതാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇതിപ്പോൾ എന്താണ് 6 മാർക്ക് ഇവിടെ കിട്ടും ഇതറിയെങ്കിൽ. ഈ സ്റ്റാർ എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്, പ്ലസ് എന്താണ്, എൻ എന്താണ്, എൻ കൊമ എന്താണ്, എൻ കൊമ എം, ഇതാണ് നമ്മൾ പഠിച്ച സാധനങ്ങൾ. സ്റ്റാർ ക്വസ്റ്റ്യൻ മാർക്ക്, പ്ലസ് എൻ, എൻ സ്റ്റാർ, എൻ എം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഓരോ റെഗുലർ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ റെഗുലർ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടുള്ള മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് എഴുതിയത്, ഇതിനെ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് എഴുതിയത്, ഇതിനെ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് എഴുതിയത്. ഓക്കെ, ഇത് നന്നായി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കൂളായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ. ബാക്കിയൊക്കെ നമ്മൾ സിലബസിൽ ഉള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓക്കെ നമ്മൾ ഇത് പറയാട്ടോ, അതിന് മുന്നേ ഇതിവിടെ പറഞ്ഞിട്ട് പോകാം. ഇതിവിടെ നിൽക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ട്രിങ്, ഇങ്ങനെ ഒരു സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു ഇത് മാച്ചസ് അറ്റ് ദ ബിഗിനിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എൻഡ് ഓഫ് ദ സ്ട്രിങ്ങിനെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡോളർ സിമ്പൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എ ബി ഇ എന്ന് പറയുന്ന ഇതാണെങ്കിൽ ഇതെന്താണ്, വിൽ മാച്ചസ് എ ബിക്ക് മാച്ച് ചെയ്യും, എ ബി ഇ ടിക്ക് മാച്ച് ചെയ്യും, എന്താണ് ബി എ ബിക്ക്, ഇങ്ങനെ ഇവിടെ ഒരു എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു റൂളും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഈ സ്ട്രിങ് ഒക്കെ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ മാച്ച് ചെയ്യുന്നതാണ്. കാരണം എ ബി എന്ന് പറയുന്ന സാധനം എന്താണ് ഈ പെർട്ടിക്കുലർ ഇതിൽ വരുന്നതാണ്. എ ബി ഇ ടി അതും എന്താണ് ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്താണ് ബി എ ബി ബി ഇ എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് എൽ എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങും എന്താണ് ഇത് വെച്ച് നമുക്ക് മാച്ചിങ് വരുന്നതാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ സ്ട്രിങ് ഒക്കെ എന്താണ് ഇതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നതാണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഒരു ബിഗിനിങ് സിമ്പിൾ ആണ്, മാച്ചസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ടാർഗറ്റ്. ഈ ഇങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ മാച്ച് ഓൺലി എ ബി ഇ ടി. ദാറ്റ് മീൻസ് ബിഗിൻ ചെയ്യുന്ന നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ ബിഗിൻ ചെയ്യുന്ന ആൽഫബറ്റ് എന്താണ് എ ആണ്. സോ എന്താണ് ഈ തന്നിരിക്കുന്ന ഈ റെഗുലർ എക്സ്പ്രഷന്റെ ബിഗിൻ ചെയ്യുന്നതും എ ആണ്. സോ ഈ ഒരു സ്ട്രിങ് മാച്ച് ചെയ്യാം.
ഓക്കെ, ABET ഇതും മാച്ച് ചെയ്യാം. കാരണം എന്താണ്, ഇവിടെയും ബിഗിൻ ചെയ്യുന്ന ആൽഫബറ്റ് എന്താണ്, A ആണ്. സോ എന്താണ്, ഇതും മാച്ച് ചെയ്യാം. നേരെ മറിച്ചിട്ട് BAB എന്ന് പറയുന്നത് മാച്ച് ചെയ്യില്ല. കാരണം ഇവിടെ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ ബിഗിൻ ചെയ്യുന്ന ലെറ്റർ എന്താണ്, B ആണ്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ റെഗുലർ എക്സ്പ്രഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ പാറ്റേണിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് A ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സ്ട്രിങ്സ് മാത്രമേ ഈ റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ്, ABയും ABETയും. ഒറ്റ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ബിഗിൻ വിത്ത് എന്തായിരിക്കണം, A ആയിരിക്കണം. സോ ഈ രണ്ട് സ്ട്രിങ്ങും എന്താണ്, ബിഗിൻ വിത്ത് A ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ്, AB ഏതെങ്കിലും A വന്നാലും B വന്നാലും E വന്നാലും എന്താണ്, അത് മാച്ച് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ AB ഉണ്ട്, അത് മാച്ച് ചെയ്യും. ABT ഉണ്ട്, അത് മാച്ച് ചെയ്യും. BA ഇവിടെ B ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ സ്ട്രിങ് മാച്ച് ചെയ്യും. ഇനി ഇവിടെ ഡോളർ സിമ്പിൾ ആണെങ്കിൽ, ABE ഡോളർ ആണെങ്കിൽ വിൽ മാച്ച് ഓൺലി, അതായത് എന്താണ്, എൻഡ് വിത്ത് E ആയിരിക്കണം. ഓക്കെ, എൻഡ് വിത്ത് E വരുന്ന പാറ്റേൺ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ABE ഇവിടെ എന്താണ്, എൻഡ് വിത്ത് E ആണ്. സോ എന്താണ്, ഇത് മാച്ചിങ് ആണ്. BAB ഇതും എന്താണ്, എൻഡ് വിത്ത് E ആണ്. സോ എന്താണ്, ഈ സ്ട്രിങ്ങും മാച്ച് ചെയ്യും. ഓക്കെ, എൻഡ് വിത്ത് എൻഡ് സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, മാച്ചിങ് സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡോളർ. ഇവിടെ ഒറ്റ കണ്ടീഷനെ പറയുന്നുള്ളൂ, നമ്മുടെ സ്ട്രിങ്സ് എല്ലാം എൻഡ് വിത്ത് E ആണെങ്കിൽ അങ്ങനെയുള്ള സ്ട്രിങ്സ് ഒക്കെ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ്. ഇനി ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ AB ബിഗിൻ വിത്ത് എയും എൻഡ് വിത്ത് ഇയും ആണെങ്കിൽ ഒറ്റ സ്ട്രിങ്, ഫോർ എക്സാമ്പിൾ ABE മാച്ച് ചെയ്യും. പിന്നെ വേണമെങ്കിൽ ABB അങ്ങനെ E ലാസ്റ്റ് അങ്ങനെ ഏതെങ്കിലും സ്ട്രിങ് മാച്ച് ചെയ്യും. ഇതിന്റെ മീനിങ് എന്താണ്, ബിഗിൻ വിത്ത് A ആയിരിക്കണം, എൻഡ് വിത്ത് E ആയിരിക്കണം. അതാണ് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇതിൽ പേളിന്റെ കേസാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്ട്രിങ് ആൽബർട്രോസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്, പിന്നെ രണ്ട് റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്നതാണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്ത് വരും. അല്ല നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്ത് വരും. ഇതാണ് സ്ട്രിങ്. നമുക്ക് തന്നിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ ഇതാണ്, BA ഡോട്ട് സ്റ്റാർ. ദാറ്റ് മീൻസ് എന്താണ്, BA എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം നമ്മൾ തന്നിട്ടുള്ള സ്ട്രിങ്ങിൽ. എന്താണ്, അത് കഴിഞ്ഞിട്ട് എന്തും ആവാം. പിന്നെ അതിന് ശേഷം എസ്, അതായത് 1 or more occurrence ഓഫ് എസ് ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കി, ഈ സ്ട്രിങ്ങിൽ BA എന്ന് പറയുന്ന ഒരു ഈ ഒരു പാറ്റേണിൽ BA എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് എവിടെയാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ BA ഉണ്ട്, അത് മാത്രമേ നമ്മൾ നോക്കണ്ടു. പിന്നെ എന്താണ്, 1 or more occurrence ഓഫ് എസ് ഉണ്ട്. സോ എന്താണ്, ഇത് ട്രൂ ആണ്, നമുക്ക് റിട്ടേൺ ചെയ്ത് വരാം. നെക്സ്റ്റ് കേസിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ഈ സിമ്പിൾ എന്താണ് മീൻ ചെയ്യുന്നത്, ബിഗിൻ വിത്ത് ഈ BA ആയിരിക്കണം. ബിഗിൻ വിത്ത് BA വരുന്നതൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റൂ, ട്രൂ ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് ഇതാണ്, നമ്മൾ ബിഗിൻ വിത്ത് BA എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്, ഇവിടെ ബിഗിൻ വിത്ത് BA ആണോ, അല്ല. സോ അവിടെ തന്നെ എന്തായി, ഫോൾസ് ആയി. നോ മാച്ച് അറ്റ് ദ സ്റ്റാർട്ട്, സ്റ്റാർട്ടിൽ തന്നെ മാച്ചിങ് കാണുന്നില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഇത് ഫോൾസ് റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ഈ ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഇഫ് പാറ്റേൺ ഡസിൻ മാച്ച്. ഈ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ, പാറ്റേൺ ഡസിൻ മാച്ച് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്തു വരും, ഫോൾസ് ട്രൂ റിട്ടേൺ ചെയ്തു വരും. ഇത് നോട്ട് ഈക്വൽ ടു ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് ദിസ് ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഇഫ് പാറ്റേൺ ഡസിൻ മാച്ച്. ഫോർ എക്സാമ്പിൾ ആൽബർട്രോസ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, നമ്മൾ ആൽബർട്രോസ് പറയുന്ന സ്ട്രിങ്ങും ഈ ഒരു ഇതുമാണ് മാച്ച് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ്, ബിഗിൻ വിത്ത് BA ആണ് തന്നിരിക്കുന്നത്. സോ എന്താണ്, ബിഗിൻ വിത്ത് BA അല്ല, AL ആണ് വരുന്നത്. സോ ഒബിയസ്ലി ഇവിടെ എന്താണ് റിട്ടേൺ ചെയ്ത് വരേണ്ടത്, നേരത്തെ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്ത് വരും. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ശരിക്കും ആക്ച്വലി എന്താണ്, ഈ രണ്ട് പാറ്റേണും മാച്ച് അല്ല. കാരണം ഈ പാറ്റേണും മാച്ച് അല്ല. കാരണം എന്താണ്, ഇവിടെ ബിഗിൻ വിത്ത് BA ആണെന്ന് പറയുന്നുണ്ട് അവർ, പക്ഷെ ഇവിടെ എന്താണ്, ബിഗിൻ വിത്ത് AL ആണ്. സോ ഇത് രണ്ടും പാറ്റേൺ മാച്ച് ചെയ്യുന്നില്ല. സോ എന്താണ് റിട്ടേൺ ചെയ്ത് വരിക, ട്രൂ ആണ് റിട്ടേൺ ചെയ്ത് വരിക. ഈ സിമ്പിൾ എന്താണ് റിട്ടേൺ ചെയ്ത് വരിക, റിട്ടേൺസ് ട്രൂ ഇഫ് പാറ്റേൺ ഡസിൻ മാച്ച്. ഈ കേസിൽ പാറ്റേൺ മാച്ച് ചെയ്യുന്നില്ല, സോ റിട്ടേൺ ചെയ്ത് വരുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ, ഫു ആൽബർട്രോസ്. അടുത്തതിന് ശേഷം ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ്, SC. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു ഇതാണ് തന്നിരിക്കുന്നത്, ബൈനറി ഓപ്പറേറ്റർ എസ് എന്ന് പറയുന്നൊരു ഈ ഒരു ഓപ്പറേറ്റർ ആണ് തന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് ഇവിടെ LBAT എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരിക. നിങ്ങൾ
കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് സിയും കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് സോ അത് ഒഴികെയുള്ള പാറ്റേൺ ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരിക. നിങ്ങൾ ഇങ്ങനെ റെഗുലർ എക്സ്പ്രഷൻ ആണ് കൊടുത്തത്, അത് ഈ ഒരു സ്ട്രിങ്ങിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്ത് വരിക? LBAT എന്ന് പറയുന്ന എല്ലും BATയും ഒഴികെയുള്ള എക്രോസ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് വരിക. ഓക്കെ, ഇതാണ് എസ് ഉള്ളിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് ഒഴികെയുള്ള സ്ട്രിങ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് വരിക. ഓക്കെ, അതാണ് ബൈനറി മിക്സ് ഓപ്പറേറ്റർ എസ്. ഓക്കെ, ഇത് ഈ ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയുള്ളതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഓപ്പറേറ്റർ എന്താണ്? പാറ്റേൺ മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്ത് വരും. ഈ രണ്ട് പാറ്റേണും മാച്ച് ചെയ്യുന്നില്ല, സോ ട്രൂ ആണ് റിട്ടേൺ ചെയ്ത് വരിക. ഈ കേസിൽ എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? എസിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഒഴികെയുള്ള പാറ്റേൺ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇത് കുറെ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളത്, പിന്നെ എസിന്റെ കേസ് എന്താണ്, പിന്നെ ഈ ഒരു ഇത് ബിഗിൻ വിത്ത് ഇതാണോ, ബിഗിൻ വിത്ത് സ്ലാഷ് ഈ ഒരു ഡോളർ സൈൻ്റെ കേസ് എന്താണ്, ആ രണ്ട് സിമ്പിളും എന്താണ്, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ക്വസ്റ്റ്യൻ മാർക്ക് ഇതെന്താണ് വരിക, ഔട്ട്പുട്ട് എന്താണ് വരിക എന്ന് ഓൾറെഡി ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 6 ഔട്ട്പുട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് എക്സാമിന് ചോദിച്ചത്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബിഡ് BAD വരാം, BED വരാം, BID വരാം, BOD വരാം, BUD വരാം. ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുമാതിരി ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത്. ഓക്കെ, ഈ സാധനം ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോറി, SLBAT ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? എക്രോസ് എന്നുള്ളതാണ് ഔട്ട്പുട്ട്. വിത്തിന് ഇതിന്റെ ഉള്ളിലുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് വരിക. ഇനി ഈ ഒരു പാറ്റേൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു 7-8 മാർക്കിന്റെ, ഒന്നുമില്ലെങ്കിൽ ഇതിൽ 7-9 മാർക്കിൽ ഒരു മിനിമം ഒരു 6-7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു സംഭവം ഉള്ളത്. ഇതുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തുള്ളത്. ബാക്കിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇതാണ് ആ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൽബ്രട്രോസ് SAEIOU പിന്നെ G വരുന്ന കേസ് ഇങ്ങനെ സ്ലാഷ് ഇട്ടിട്ട് G എന്താണ് ഇതിന്റെ സ്ലാഷ് G ഇതെന്താണ് ഔട്ട്പുട്ട് വരിക? ഞങ്ങളിവിടെ AEIOU പകരം നമ്മൾ S വരുമ്പോൾ എന്താണ് പറഞ്ഞത്? എസിന്റെ ഉള്ളിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതൊഴികെയുള്ള സാധനങ്ങളാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരിക എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? S ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ AEIOU കൊടുത്തു, അതിനുശേഷം സ്ലാഷ് G. ഇതാണ് നിങ്ങളുടെ റെഗുലർ എക്സ്പ്രഷൻ എങ്കിൽ, ഇങ്ങനെയാണ് റെഗുലർ എക്സ്പ്രഷന്റെ സിൻടാക്സ് എങ്കിൽ, നമ്മൾ റെഗുലർ എക്സ്പ്രഷന്റെ എല്ലാ സിൻടാക്സും നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. കാരണം അത്രയും നമുക്ക് വേണ്ടും സിലബസിൽ. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നമ്മൾ ഒരു എക്സാമ്പിൾ പഠിക്കുന്നു, അതെന്താണെന്നുള്ളത് മാത്രം. അങ്ങനെ ഡീറ്റെയിൽസിൽ പോകാനാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പഠിക്കണം. അത്രയൊന്നും ഈ പഠിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ജസ്റ്റ് ഓവർവ്യൂ ആയിട്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് അറിയണം, പ്ലസ് എന്താണെന്ന് അറിയണം, N എന്താണെന്ന് അറിയണം, N കോമ അറിയണം, N കോമ M എന്താണെന്ന് അറിയണം, ഈ ഒരു കേസ് അറിയണം, വിത്തിൻ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക. പിന്നെ അതുപോലെ എന്താണ് എസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഒഴികെയുള്ള സാധനങ്ങളാണ് റിട്ടേൺ ചെയ്ത് വരിക. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്താണ് AEIOU എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് വരും. അതാണല്ലോ S കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വിത്തിൻ ഇതിൻ്റെ ഉള്ള സാധനങ്ങൾ ഒഴികെയുള്ളതാണ് വരിക. പക്ഷെ ഒഴികെയുള്ളതിന് പകരം നമ്മൾ എവിടെ എന്താണ് കൊടുക്കുന്നത്? എക്ക് പകരം സ്ലാഷ് വെച്ച് റീപ്ലേസ് ചെയ്യും, ഇക്ക് പകരം സ്ലാഷ് വെച്ച് റീപ്ലേസ് ചെയ്യും, ഐക്ക് പകരം സ്ലാഷ് വെച്ച് റീപ്ലേസ് ചെയ്യും, ഓന് പകരം സ്ലാഷ് വെച്ച് റീപ്ലേസ് ചെയ്യും, യുന് പകരം സ്ലാഷ് വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, A ഒഴികെ എന്താണ് എക്ക് പകരം എന്ത് വെച്ചു? സ്ലാഷ് വെച്ചു. സ്ലാഷ് നെക്സ്റ്റ് LB അതുപോലെ വന്നു, പിന്നെയും സ്ലാഷ് കൊടുത്തു, ഇക്ക് സ്ലാഷ് ആണ്. പിന്നെ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ A ഒഴിവായി, L അതുപോലെ വന്നു, B വന്നു, പിന്നെ എക്ക് പകരം സ്ലാഷ്, പിന്നെ TR അതുപോലെ വന്നു, ON സ്ലാഷ്, പിന്നെ SS. ഇതാണ് ഈ ഒരു സിൻടാക്സ്. ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലുള്ള എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എത്ര സുഖമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇത് ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു റെഗുലർ എക്സ്പ്രഷൻ ആണ് കൊടുത്തതെങ്കിൽ, ഇങ്ങനെ റെഗുലർ എക്സ്പ്രഷൻ ആണെങ്കിൽ നേരത്തെ നമ്മൾ ഇങ്ങനെയൊരു സംഭവം കണ്ടില്ലേ? ഇതാണെങ്കിൽ എന്ത് പറഞ്ഞു? ഈ രണ്ട് പാറ്റേണും മാച്ച് അല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ട് ഈക്വലിന് ഇക്വലന്റ് ആയിട്ടാണ് ഈ ഒരു
എക്സ്ക്ലമേറ്ററി മാർക്കും ഈ ഒരു സിമ്പലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇനി ഇത് ഈക്വലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ് ഈ ഒരു എന്താണ് സിമ്പൽ ആണെങ്കിൽ എന്താണ് അത് ഈക്വൽ ടു എന്നുള്ള റെപ്രസെന്റ് ആണ്. അതായത് ഇതും ഈ ഒരു സ്ട്രിങ്ങും ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങും ഇതും ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്തു. നേരെ മറിച്ചിട്ടൊരു എക്സ്ക്ലമേറ്ററി മാർക്കും ഇങ്ങനെ ഒരു സിമ്പലും ആണെങ്കിൽ രണ്ട് സ്ട്രിങ്ങും നോട്ട് ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്തു. ഓക്കെ, അത് നോട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു സിമ്പൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇക്വലന്റിന് ഈക്വൽ ആയിട്ടുള്ള സിമ്പൽ ഇതാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഈ രണ്ട് പാറ്റേണും മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ആൽബെട്രോസ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. എഫ് നമ്മൾ ആൽബെട്രോസ് എന്ന് പറയുന്ന സ്ട്രിങ് കൊടുത്തു, അതാണ് ഇവിടെ വരിക. ഇനി നിങ്ങൾ ഒരു റെഗുലർ എക്സ്പ്രഷനോട് കൊടുത്തിരിക്കുന്നുണ്ട്. ബിഗിൻ വിത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? AL ആണ് ബിഗിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ ബിഗിൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ AL ആണ്. പക്ഷെ ഇവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ട്രൂ ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ റിട്ടേൺ ചെയ്തു വന്നത്? ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ഐയും കൂടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഐ എന്ന് പറയുന്നത് എന്താണ്? കേസ് സെൻസിറ്റീവ് അല്ല, ഇൻസെൻസിറ്റീവ് ആണ്. അതിനെ മീൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഐ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ബിഗിൻ വിത്ത് AL ആയിരിക്കണം. അത് ക്യാപിറ്റൽ AL ആയാലും സ്മോൾ ലെറ്റർ AL ആയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് /i കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ട്രൂ ആണ് റിട്ടേൺ ചെയ്തത്. ഇനി നിങ്ങൾ ഇവിടെ ഒരു ഐ കൊടുത്തില്ലെങ്കിൽ വെറും സ്മോൾ ലെറ്റർ AL ആണ് കൊടുത്തതെങ്കിൽ ബിഗിൻ വിത്ത് AL ആണ് പറഞ്ഞിരിക്കുന്നത്. സ്മോൾ ലെറ്റർ AL ആണ് ബിഗിൻ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ AL ആണുള്ളത്. അപ്പോൾ എന്താണ് റിട്ടേൺ ചെയ്ത് വരിക? ഫോൾസ് ആണ് റിട്ടേൺ ചെയ്ത് വരിക. ഇനി ഇവിടെ നിങ്ങൾ /i കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ബിഗിൻ വിത്ത് AL ആയിരിക്കണം, പക്ഷെ അതെന്താണ്? കേസ് ഇൻസെൻസിറ്റീവ് ആണ്. അത് കേസ് സെൻസിറ്റീവ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഐ അങ്ങനെ കൊടുക്കുക. ഐ വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് അത് കേസ് ഇൻസെൻസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? നിങ്ങൾ കേസ് സെൻസിറ്റീവ് ആണോ നോക്കണ്ട, ജസ്റ്റ് എന്താണ് A or L അങ്ങനെയുള്ള കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാണ്. ഓക്കെ, അതാണ് ഐയുടെ ഇമ്പോർട്ടൻസ്. അങ്ങനെ കുറെ റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. പ്ലസ്, ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റാർ, N, M, S, G അങ്ങനെയുള്ള കുറെ കേസസ്. പിന്നെ ഇപ്പോൾ ഐയുടെ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വാണ്ടിഫയേഴ്സ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇങ്ങനെ എക്സാമ്പിൾസ് ചോദിച്ചാൽ 9 മാർക്കിന് അതുപോലെയുള്ള എക്സാമ്പിൾസ് ഇനിയും ചോദിക്കാം. ഇത് റെഗുലർ എക്സ്പ്രഷനിലും എന്താണ്? എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. പേളിലുള്ള എസ്കേപ്പ് സീക്വൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. /n/b എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് ഓൾറെഡി എന്നൊക്കെ നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താണ് /a വരുന്നത്, /b ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ വെറുതെ നോക്കിയോ. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പാറ്റേൺ മാച്ചിങ്, ഗ്രീഡി ആൻഡ് മിനിമൽ മാച്ചസ്. നമ്മൾ പാറ്റേൺ മാച്ചിങ്, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഗ്രീഡി ആൻഡ് മിനിമൽ മാച്ചസ്. എന്താണ് ഗ്രീഡി മാച്ചസ് ആൻഡ് മിനിമൽ മാച്ചസ്? The usual rule for matching regular expression is sometimes leftmost longest. നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ഗ്രീഡി ആൻഡ് മിനിമൽ മാച്ചസ്. എപ്പോഴും എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാൻ ഒരു 4 മാർക്ക് അതിനൊക്കെ ചോദിക്കാം. നമ്മുടെ സ്ട്രിങ് ഇതാണ് ABCD CD CD, ഇതാണ് നമ്മുടെ സ്ട്രിങ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ ഇതാണ്. ഈ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്ട്രിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റും? 3 രീതിയിൽ ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റും. 6 രീതിയിൽ ഈ സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് ഈ മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രിങ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ BC പ്ലസ്, ദാറ്റ് മീൻസ് BC ഒക്കറൻസ് എന്ന് പറയുന്നത് 1 or more ടൈംസ് ഉണ്ടായിരിക്കണം ആ സ്ട്രിങ്ങിൽ. ഓക്കെ, നമ്മൾ ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ABC ഒരു മാച്ചിങ് മാത്രം കാണിച്ചിട്ടുള്ളത്. 0 or more ഒക്കറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ സ്ട്രിങ് ABC BC BC DE. ആ സ്ട്രിങ്ങിൽ നമ്മൾ 6 വേയില് അതിനെ നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, ഈ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് ആദ്യത്തെ ജസ്റ്റ് ഒരു BC മാത്രമുള്ള മാച്ച് ചെയ്തു. രണ്ടാമത്തെ കേസിൽ എന്താണ്? 2 BC മാച്ചിങ് കാണിക്കുന്ന സ്ട്രിങ്. അടുത്ത എന്താണ്? 3 മാച്ചിങ് ഉള്ള സ്ട്രിങ്. അത് കഴിഞ്ഞ എന്താണ്? ഇത് ഒഴികെയുള്ളത് BC ഇങ്ങനെ ഒരു മാച്ചിങ് നടക്കാം. ഇനി എന്താണ്? BC ആവാം. ഇനി എന്താണ്? BC ലാസ്റ്റത്തെ BC മാത്രം. ഇങ്ങനെ 6 വേസിൽ നമുക്ക് ഈ സ്ട്രിങ്ങിനെ മാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 6 ഡിഫറെന്റ് വേയിൽ ഇതിനെ മാച്ച് ചെയ്യാം. ആദ്യം ഒരു BC മാത്രമുള്ള മാച്ചിങ് ഉണ്ടാവാം. പിന്നെ എന്താണ്? 2 BC മാത്രമുള്ള മാച്ചിങ് ഉണ്ടാവാം. അതെല്ലാം എന്താണ്? ട്രൂ ആണ്. ഇതും ട്രൂ ആണ്, 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 ഇതും ട്രൂ ആണ്. കാരണം എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കേസ് എന്താണ്? ഒരു BC മാത്രം മാച്ച് ചെയ്യുന്ന കേസ്, അത് ട്രൂ ആണ്. കാരണം ഇവിടെ രണ്ടാമത്തെ സ്ട്രിങ് എന്താണ്? രണ്ട് BC മാച്ചിങ് കാണിച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ആണത്. അതും എന്താണ്? ട്രൂ ആണ്. ഇത് 3 ഉള്ളത് ട്രൂ ആണ്. ഇവിടെ എന്താണ്? ജസ്റ്റ് നമ്മൾ ഏതോ ഒന്ന് മാത്രം കാണിച്ചു. പിന്നെ എന്താണ്? ഈ ലാസ്റ്റ് 2 ഉള്ളത്
പിന്നെ വെറും ഏറ്റവും ലാസ്റ്റുള്ള 2. ഇതിന് എൻ്റെളി ഡിഫറെൻറ്റ് മാച്ചിങ് അല്ലേ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഈക്വൽ ആയിട്ട് വരുന്ന മാച്ചിങ് ഉണ്ടോ? എല്ലാം എൻ്റെളി ഡിഫറെൻ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്താണ് ഗ്രീഡി മാച്ച് എന്ന് പറയുന്നത്? ലെഫ്റ്റ് മോസ്റ്റ് ലോങ്സ്റ്റ് മാച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീഡി മാച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ലോങ്സ്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ഏതാണ് വരുന്നത്? 1, 2, 3. ഇവിടെ ഈ തേർഡ് വൺ നോക്ക്. തേർഡ് ഓഫ് ദിസ് ഈസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ലോങ്സ്റ്റ്. ഇവിടെയാണ് ലെഫ്റ്റ് മോസ്റ്റ് ലോങ്സ്റ്റ്. ഏറ്റവും ഈ മാക്സിമം 3 മാച്ചിങ്ങും കാണിച്ചിരിക്കുന്ന സ്ട്രിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ലോങ്സ്റ്റ് മാച്ച് ഇവിടെയാണ് നടക്കുന്നത്. ഇതാണ് ഗ്രീഡി മാച്ച്. ഓക്കെ, ഇനി എന്താണ് മിനിമൽ മാച്ച്? മിനിമൽ മാച്ച് എന്ന് വെച്ചാൽ ലെഫ്റ്റ് മോസ്റ്റ് ഷോർട്ടസ്റ്റ് മാച്ചിനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് ഷോർട്ടസ്റ്റ് മാച്ച്. അതായത് ഇതിലെ എക്സാമ്പിൾ ലെഫ്റ്റ് മോസ്റ്റ് ഷോർട്ടസ്റ്റ് മാച്ച് ഇവിടെ ഒറ്റ BCയുടെ മാച്ചിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ ഇതാണ് മിനിമൽ മാച്ചസ്. ഓക്കെ, ഇത് ഗ്രീഡി മാച്ചസും ഇത് മിനിമൽ മാച്ചസും. ഇത്രയേ ഉള്ളൂ. ഇത് ഗ്രീഡി എന്താണ്, മിനിമൽ മാച്ചസ്. ഒരു 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗ്രീഡി മാച്ചസ് എന്ന് എഴുതുക. ലെഫ്റ്റ് മോസ്റ്റ് ലോങ്സ്റ്റ് മാച്ചിനെയാണ് നമ്മൾ ഗ്രീഡി മാച്ചസ് എന്ന് പറയാം. ലെഫ്റ്റ് മോസ്റ്റ് ഷോർട്ടസ്റ്റ് മാച്ചിനെയാണ് നമ്മൾ മിനിമൽ മാച്ച് എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ ഒരു സ്ട്രിങ് എഴുതുക, അതിന് ഒരു റെഗുലർ എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് ആ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുള്ള മാച്ചിങ് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ആ മാച്ച് എത്ര വേയിൽ നിങ്ങൾക്ക് അതിനെ ഡിഫറെൻ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കാണിക്കാമെന്ന് പറയാം. അതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് മോസ്റ്റ് മാച്ചിങ് വരുന്ന സ്ട്രിങ് ഏതാണോ അതെടുത്ത് എഴുതിയിട്ട് പറയാം ഇതാണ് ഗ്രീഡി മാച്ചസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ട്രിങ്. മറ്റേത് ലെഫ്റ്റ് മോസ്റ്റിലെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണിച്ചിട്ട് പറയാം ഇതാണ് മിനിമൽ മാച്ചസ്. ഇനി ഇൻ കേസ് ഇതേ സ്ട്രിങ് തന്നെ വരണമെന്നില്ല, വേറെ ഏതെങ്കിലും സ്ട്രിങ് വന്നിട്ട് റെഗുലർ എക്സ്പ്രഷൻ മാറ്റി തരാം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നും കൂടെ എഴുതുന്നുള്ളൂ. ഇനി അടുത്തത് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് ഒന്നുമില്ല, നമ്മൾ സിമ്പിൾ ആണ്. നമ്മൾ ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും എന്തൊക്കെ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ ഡാറ്റ ടൈപ്പ് എന്താണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ ഡിക്ലറേഷനോ വാരിയബിൾ നമ്മൾ ചെയ്യുന്നില്ല. വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. അത് നമ്മൾ റൺ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വാരിയബിൾ ഡിക്ലറേഷൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താണ് ഈ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്ന കേസിൽ നമ്മൾ 2 ഇൻറ്റിജറും 2 ഫ്ലോട്ടും ചിലപ്പോൾ ഇൻറ്റിജറും ഫ്ലോട്ടും തമ്മിൽ ആഡ് ചെയ്യേണ്ട കേസ് വരാം. അല്ലെങ്കിൽ ഇൻറ്റിജറും സ്ട്രിങ്ങും ഒക്കെ കൺകാറ്റിനേറ്റ് ചെയ്യുന്ന കേസൊക്കെ വരുമ്പോൾ എന്തായിരിക്കണം, അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതായത് അങ്ങനെയൊന്നും നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ പറ്റില്ല. ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റിജറും ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എറർ കാണിക്കണം. ഓക്കെ, റൺ ടൈമിൽ അത് മനസ്സിലാവണം. അത് ഒന്ന് സ്ട്രിങ് ആണ്, ഒന്ന് എന്താണ് ഇൻറ്റിജർ ആണെന്നുള്ള കാര്യമൊക്കെ അറിയണം. ഓക്കെ, അപ്പോൾ ചില ലാംഗ്വേജസ് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ നടത്തും. ചില ലാംഗ്വേജസിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ ഉണ്ടാവില്ല. എക്സ്പ്ലിസിറ്റ്ലി എന്തായിരിക്കണം, നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് എന്തായിരിക്കണം, നമ്മളിപ്പോൾ റൺ ടൈമിലാണ് നടക്കുന്നതെങ്കിൽ കൂടെ 3+a എന്ന് കൊടുക്കുകയാണെങ്കിൽ 3യും എയും തമ്മിൽ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് അത് എക്സ്പ്ലിസിറ്റ്ലി മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ 3+4.5 എന്ന് പറയുന്ന രണ്ടും ആഡ് ചെയ്യാണെന്ന് വിചാരിച്ചു. ഒന്ന് 4.1 ഫ്ലോട്ടും ഒന്ന് ഇൻറ്റിജറും ആണ്. അത് രണ്ടും ചിലപ്പോൾ ചില ലാംഗ്വേജസ് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ നടക്കുമായിരിക്കും. ചില ലാംഗ്വേജസിൽ എന്താണ് നിങ്ങളത് എക്സ്പ്ലിസിറ്റ്ലി അത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, 4.5 എന്നുള്ളത് നിങ്ങൾക്ക് ഇൻറ്റിജറിലാണ് എഡിഷൻ പോസിബിൾ ആക്കണമെങ്കിൽ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി പല ലാംഗ്വേജസിലും യൂസ് ചെയ്യുന്ന ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, അതായത് ജാവാസ്ക്രിപ്റ്റിലെല്ലാം ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. TCL എല്ലാം സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന എന്ത് നമ്പേഴ്സും ഒക്കെ എന്താണ് സ്ട്രിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ എന്താണ് ഇൻറ്റിജറിലോ ഫ്ലോട്ടിങ്ങിലോ ചെയ്യണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾ അതിനുശേഷം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഇൻറ്റിജറിലോട്ട് തന്നെ സ്ട്രിങ്ങിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് എല്ലാം എന്താണ് TCL എല്ലാം എന്താണ് സ്ട്രിങ് ആണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിലെല്ലാം ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. PHP യൂസസ് ഇൻറ്റിജർ പ്ലസ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ്. പേളും റൂബിയും എന്താണ് ആർബിട്രറി പ്രിസിഷൻ ഇൻറ്റിജർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ ബിഗ് നംസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്കീംസ്, പ്രിസിഷൻ റേഷണൽ, അങ്ങനെ ഓരോന്നും എന്താണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇനി അതുപോലെ ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റൂബിന്റെ പേളിന്റെയും കേസിൽ കൊയേഷൻ മീൻസ് എന്താണ്, കൺവേർഷൻ ആണ്. എക്സ്പ്ലിസിറ്റ് കൊയേഷൻ ആവാം, ഇംപ്ലിസിറ്റ് ആവാം. ഓക്കെ, ഡാറ്റ കൺവേർഷൻ, അതായത് കൊയേഷൻ, റൂബി ആൻഡ് പേൾ. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ a = 4 എന്ന് കൊടുത്തു. ഇത് നിങ്ങൾ പ്രിന്റ് a+3 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ എന്താണ് a = 4 എന്ന് പറയുന്നത് ഇതൊരു 4 നമ്പർ അല്ല, ഇതൊരു സ്ട്രിങ് ആണ്. എയുടെ വാല്യൂ എന്താണ്, ഒരു സ്ട്രിങ് 4 ആണ്. വിത്തിൻ ഡബിൾ കോട്സിനുള്ളിലായതുകൊണ്ട് ഇത് സ്ട്രിങ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ പ്രിന്റ് a+3 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എറർ മെസ്സേജ് ആണ് റിട്ടേൺ ചെയ്തത്. കാരണം എന്താണ്,
ഇവിടെ എ എന്നൊരു സ്ട്രിംഗ് ആണ്, 3 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എറർ മെസ്സേജ് പ്രിന്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി എന്താണ് ഇത് റൂബിന്റെ ഒരു കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നിങ്ങൾ അതായത് ഇൻറ്റിജറൊന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എറർ മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. ഇനി നിങ്ങൾ ഈ കേസിൽ നോക്കി ഒരു ജസ്റ്റ് ഒരു നമ്പറിന്റെ ഡാറ്റ ടൈപ്സിന്റെ ഒരു എക്സാമ്പിൾ, നമ്പർ വെച്ചിട്ടുള്ളത് എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ എഴുതി വെച്ചാൽ മതി. അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സാമ്പിൾസെങ്കിലും പഠിച്ചു നോക്കുക. ഇങ്ങനെയുള്ള ഇത് ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. A+3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റൂബി എന്ന് പറയുന്ന ലാംഗ്വേജിൽ എന്തായാലും എറർ റിട്ടേൺ ചെയ്ത് വരും. ഒരിക്കലും സ്ട്രിങ്ങും ഇൻറ്റിജറും ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണ് നമ്മളെ സിയിലും സ്ട്രിങ്ങും ഇൻറ്റിജറും ഒന്നും ആഡ് ചെയ്യാനും പറ്റത്തില്ല. ഇനി നിങ്ങൾ ഇവിടെ ഒരു വേറൊരു എക്സാമ്പിൾ, പേളിലെ വേറൊരു എക്സാമ്പിൾ അവർ കാണിച്ചിരിക്കുന്നതാണ്. $A വാരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാൻ പേളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡോളർ സിമ്പിൾ ആണെങ്കിൽ എന്താണ് ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേരിയബിൾ ഡിക്ലറേഷനിൽ ഡോളർ വയ്ക്കുമ്പോൾ എന്താണ് ഗ്ലോബൽ ആണോ അല്ലെങ്കിൽ ലോക്കൽ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ നോക്കണ്ട. A = 4 എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ആണ്. നിങ്ങൾ $A.3 ഇവിടെ ഡോട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് മെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് കൺകാറ്റിനേറ്റ് ചെയ്തൊരു ഇതാണ് റിട്ടേൺ ചെയ്ത് വരും. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് 43 പ്രിന്റ് ചെയ്തു. 4 എന്താണ് 4ഉം 3ഉം ഇവിടെ ഒന്നും നോക്കുന്നില്ല. എന്താണ് 3 ഇൻറ്റിജർ ആണ്, മറ്റേതാണ് 4 സ്ട്രിംഗ് ആണ്. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. എന്താണ് 43 പ്രിന്റ് ചെയ്തത്, കൺകാറ്റിനേറ്റ് ചെയ്ത്. ഇനി $A+3 എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ട്രിംഗ് ആണ്, പക്ഷെ 3 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. സോ നമുക്ക് റിട്ടേൺ ചെയ്ത് വരും എന്താണ് 7 റിട്ടേൺ ചെയ്തു. ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ നടന്നു. 4 എന്നുള്ള ആ സ്ട്രിങ്ങിനെ നമുക്ക് എന്താണ് 4 എന്നുള്ള വാല്യൂ ആയി, അതായത് ഇൻറ്റിജർ വാല്യൂ ആയി മാറി 3 ആയിട്ട് ആഡ് ചെയ്ത് 7 റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇതാണ് പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസിൽ എന്താണ് ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ നടക്കും. ഇതിൽ ഡോട്ട് വരുന്നത് കൺകാറ്റിനേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പ്ലസ് എഡിഷൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് ആദ്യത്തെ കേസിൽ 43 പ്രിന്റ് ചെയ്ത് വരും, ഇവിടെ 7 പ്രിന്റ് ചെയ്ത് വരും. ഇനി അടുത്തത് അത് നമ്മൾ സിമ്പിൾ ന്യൂമറിക് ഡാറ്റ ടൈപ്പിന്റെ കേസാണ് അത് പറഞ്ഞത്. ഇനി നമ്മൾ കോമ്പോസിറ്റ് ടൈപ്പിന്റെ കേസാണ് പറയുന്നത്. കോമ്പോസിറ്റ് ടൈപ്പ് നിങ്ങൾക്ക് അറിയാം, അറേ, സബ് റൂട്ടീൻ, ഹാഷ് എന്നൊക്കെ പറയുന്നത് കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. അറേ നിങ്ങൾക്ക് അറിയാം കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത്. അത് തന്നെ അറേ കോമ്പോസിറ്റ് അറേനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഷിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം, സബ് റൂട്ടീൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലൊക്കെ. കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്സിൽ @FO എന്ന് പറയുമ്പോൾ FO എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അറേയാണ്. %FO എന്ന് പറയുന്നത് FO എന്താണ് ഹാഷ് ആണ്. %FO ആണെങ്കിൽ FO എന്ന് പറയുന്നത് ഒരു സബ് റൂട്ടീൻ ആണ്. ഇതാണ് അറേനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് %. എന്താണ് സബ് റൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾസ്. ഇനി നിങ്ങൾ പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസിൽ അറേ എങ്ങനെയാണ് വരുന്നത്, ഹാഷസ് എങ്ങനെയാണ് വരുന്നത്. ഹാഷ് നിങ്ങൾക്കറിയാം ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും, ഒരു ഇൻഡെക്സും ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അതാണ് ഹാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാഷ് ടേബിൾ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഹാഷിങ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാം. ഹാഷിങ്ങിന് ഒരു ഇൻഡെക്സ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ 1 കറസ്പോണ്ടിങ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹലോ എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ 7 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിലാണെങ്കിൽ ഹായ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു എന്നാലും ഹാഷിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സിങ് വെച്ചിട്ടുള്ള സംഭവമാണ്, നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ S4 ഡാറ്റ സ്ട്രക്ചറിൽ പഠിച്ച കാര്യമാണ് ഹാഷിങ്ങിന്റെ കേസൊക്കെ. ഇനി പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസിൽ നമുക്ക് അറേനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഹാഷിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസിൽ ഒരു എക്സാമ്പിൾ. അറേന്റെ എക്സാമ്പിൾ സിമ്പിൾ ആണ്, വലിയ സംഭവമൊന്നുമില്ല. ഹാഷസ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അറേ റെപ്രസെന്റ് ചെയ്യുക സിമ്പിൾ എന്താന്ന് പറഞ്ഞു, @the rate of കളേഴ്സ് എന്ന് പറയുന്ന അറേന്റെ നെയിം ആണ്. ഈക്വൽ ടു ഇതൊക്കെ അറേ എലമെന്റ്സ് ആണ്. റെഡ്, ഗ്രീൻ, ബാക്കി നമ്മൾ സീലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് കേളി ബ്രേസസ് എല്ലാമേ ഉള്ളൂ. റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, ഇത് അറേ ഇനീഷ്യലൈസേഷൻ. @the കാണിക്കും, ഇത് അറേ നെയിം ഈക്വൽ ടു. ഇനി നിങ്ങൾ പ്രിന്റ് $colors of 1 എന്ന് പറയുന്ന പൊസിഷൻ, ഇത് 0 മുതൽ തന്നെയാണ് നമ്മൾ സീലൊക്കെ ചെയ്യുന്നത് പോലെ 0, 1, 2 ഇങ്ങനെയാണ് ഇൻഡെക്സിങ് വരുന്നത്. ഇനി 1 എന്ന് പറയുന്ന പൊസിഷനിൽ എലമെന്റ്സ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്ത് വരിക, ഗ്രീൻ ആണ് പ്രിന്റ് ചെയ്ത് വരിക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവിടെ ഡോളർ ഇതൊരു വേരിയബിൾ മാത്രമാണ്, പ്രിന്റ് ചെയ്യേണ്ടത് കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഡോളർ കാണിച്ചത്. ഓക്കെ, അറേനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് @. ഇവിടെ ഒറ്റ വാല്യൂ മാത്രമാണ്, ഒരു വേരിയബിൾ മാത്രമാണ് പ്രിന്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഡോളർ. ഇനി ഹാഷസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇനി റെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഇത് റെഡ് എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് സിയാൻ. ഗ്രീൻ എന്ന് പറയുന്ന ഇൻഡെക്സ്, അതിന് കറസ്പോണ്ടിങ് മജന്ത. ബ്ലൂ ഇൻഡെക്സ്, അതിന് കറസ്പോണ്ടിങ് യെല്ലോ. ഇനി റെഡ് ഇതാണ് സിമ്പിൾ നമ്മൾ ഹാഷിങ്ങിന്റെ. റെഡ് ഈക്വൽ ടു സിയാൻ ആണ്, ഗ്രീൻ ഈക്വൽ ടു മജന്തയാണ്, ബ്ലൂ ഈക്വൽ ടു യെല്ലോ ആണ്.
ഇത് ഇൻഡെക്സ് വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ, ഗ്രീൻ ഇൻഡെക്സ് വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ, ബ്ലൂ ഇൻഡെക്സ് വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ. ഇനി പ്രിന്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ബ്ലൂ. ബ്ലൂ എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ള എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ബ്ലൂ എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ് ഇവിടെ, യെല്ലോ ആണ്. സോ യെല്ലോ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ. ഇനി ഇത് നമ്മൾ പേൾ എന്ന് പറയുന്ന പേളിലെ അറേനെയും ഹാഷസിനെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസിലുള്ള അറേന്റെ റെപ്രസെന്റേഷനും ഹാഷിങ്ങിന്റെ റെപ്രസെന്റേഷനും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന പൈത്തണിലും റൂബിയിലെയും ഹാഷിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പൈത്തൺ ആൻഡ് റൂബിയും എന്താണ് പേളിനെ പോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് അഡ്രസ്സോ ആംബസെന്റ് @ സിമ്പിൾ ഇല്ല, ഇതൊന്നും ഇല്ല. അതായത് നേരത്തെ പെർസെന്റേജ് സിമ്പിൾ ഒന്നുമില്ല. ഇതാണെങ്കിൽ എന്താണ്, ഇത് അറേയാണ്. അറേ റെപ്രസെന്റേഷൻ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് പൈത്തണിലും റൂബിയിലും അറേനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് പൈത്തണിലും റൂബിയിലും ഇത് പൈത്തണിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇത് രണ്ടും കാണിച്ചിരിക്കുന്നത്. ഓക്കെ. റൂബിന്റെ സിന്റാക്സ് നമ്മൾ നോക്കാം. പൈത്തണിലെ അറേന്റെ റെപ്രസെന്റേഷൻ ആണ് അറേ നെയിം ഈക്വൽ ടു അതിലുള്ള വാല്യൂസ്. പിന്നെ ഹാഷിങ്ങിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ @ ഉണ്ടാവില്ല, ഇവിടെ പെർസെന്റേജ് സിമ്പിൾ ഇല്ല. ഈക്വൽ ടു റെഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, ചെയ്യാൻ അതിന്റെ വാല്യൂ, ഗ്രീൻ ഇൻഡെക്സ് വാല്യൂ, ബ്ലൂ ഇൻഡെക്സ് വാല്യൂ. ഓക്കെ. ഇവിടെ പ്രിന്റ് കളേഴ്സ് 2 എന്ന് പറയുമ്പോൾ എന്താ പ്രിന്റ് ചെയ്ത് വരിക, ബ്ലൂ ആണ് പ്രിന്റ് ചെയ്ത് വരിക. ഇനി അടുത്ത് എന്താണ്, കോംപ്ലിമെന്റ്സ് ബ്ലൂ. ബ്ലൂ എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ് എന്ന് പറയുന്നത് എന്താണ്, യെല്ലോ. സോ യെല്ലോ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ. ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, പൈത്തണിലുള്ള എക്സാമ്പിൾ ആണ്. റൂബി എന്ന് പറയുന്ന ലാംഗ്വേജിലും അറേ സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഹാഷിങ്ങിലും ഹാഷ് ടാബിളിന് ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. ഇവിടെ നിങ്ങൾ ഈ സിമ്പിളിന് പകരം റൂബിയിൽ എന്ത് സിന്റാക്സ് കൊടുക്കുക, ഈ ഒരു സിമ്പിൾ, നമ്മളെ കോളൻ ഇല്ലേ, ഇവിടെ 2 കുത്തിട്ടിട്ടുള്ള ഒരു കുത്ത് ഇവിടെ, ഒരു കുത്ത് ഇവിടെ മുകളിലായതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. ഇവിടെ ഉണ്ട്, PPT തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സിമ്പിളിന് പകരം ഡോട്ട് സിമ്പിൾ, 2 ഡോട്ട്, കോളൻ സിമ്പിൾ. റെഡ് കോളൻ ചെയ്യാനാണെങ്കിൽ അത് എന്താണ്, ഹാഷിംഗ് ആണ്. ഈ ഒരു സിമ്പിളിന് പകരം കോളൻ എന്ന് പറയുന്ന സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. ഇൻഡെക്സ് വാല്യൂ, ഇത് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ, വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. റെഡ് കോളൻ സിയാന എന്നുണ്ടാവുക, ഗ്രീൻ കോളൻ മജന്ത, ബ്ലൂ കോളൻ യെല്ലോ, കോളൻ മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമാണ് റൂബിയിലുള്ളത്. ബാക്കി അറേ പൈത്തണിലെ പോലെ തന്നെയാണ്. ഓക്കെ. അപ്പൊ പേളിൽ അറേ എങ്ങനെയാണ്, ഹാഷസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് സെറ്റ് ഇൻ പൈത്തൺ. പൈത്തണിലുള്ള സെറ്റ് ഓപ്പറേഷൻ, സെറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. 2 സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്ന സെറ്റും വൈ എന്ന് പറയുന്ന സെറ്റും. എക്സ് ഓർ വൈയും, എക്സ് ആൻഡ് വൈയും, എക്സ് ഡിഫറൻസ് വൈയും, ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാവുന്ന കാര്യങ്ങളും. എയിലും ബിയിലുള്ളതും എക്സ് ഓർ വൈ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, എക്സ് ആൻഡ് വൈ അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ഓപ്പറേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ച സെറ്റ് ഓപ്പറേഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇൻപുട്ട് തന്നിട്ടുണ്ട്, എന്താണ് ഔട്ട്പുട്ട്, അതും നമ്മൾ യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ മതി, നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാവും. ഓക്കെ. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ. അടുത്ത ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ. സ്ക്രിപ്റ്റിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ. ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ഒന്നുമില്ല, പല ലാംഗ്വേജസും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ എന്താണ്, പേൾ 5, പേൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫോളോ ചെയ്യുന്നുണ്ടോ, PHP, ഇതൊക്കെ എന്താണ് തിയറി പോർഷൻസ് ആണ്. ഇത് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓരോ ലാംഗ്വേജസും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതും പൈത്തൺ ആൻഡ് റൂബി റെഫറൻസ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് എന്താണ്, വെറും പക്കാ തിയറി ആണത്, ജസ്റ്റ് നോക്കിയാൽ മതി, വായിച്ചാൽ മതി. ഇനി അടുത്തത് പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസിലുള്ള ഒരു ക്ലാസിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ബൈഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയാൽ മതി. ഇവിടെ പാക്കേജ് ഇൻറ്റിജർ, ഒരു ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡ് ആണ് ന്യൂ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതിനുള്ള എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പേൾ എന്ന് പറയുന്ന ലാംഗ്വേജസ് ഇവിടെ ബൈഹാർട്ട് ഒന്നും പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇതിൽ ഓരോ സംഭവങ്ങളും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട, കാരണം നിങ്ങൾ പേൾ എന്ന് പറയുന്ന ലാംഗ്വേജ് അറിയില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അധികം അതിലേക്ക് പോകണ്ട, ജസ്റ്റ് ഒരു എങ്ങനെയാണ് പേൾ എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഒരു ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം ഇത് സിലബസ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് എക്സാമ്പിൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ എഴുതാം, പാക്കേജ് ഇൻറ്റിജർ, ഇതാണ് ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിൽ തന്നെ ബ്രാക്കറ്റ് ഉണ്ടാവും. അതിനുശേഷം ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. നമ്മൾ അതിലുള്ള ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, അതൊരു സബ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, സബ് ന്യൂ. അതിനുശേഷം ഓപ്പണിംഗ് ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ
കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. പേൾ എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് അറിയില്ല. സോ നമുക്ക് എങ്ങനെയാണ് ഇതെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ന്യൂ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതി കാണിക്കുക. അതിനുശേഷം സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇതിൽ ഗെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻഡിജർ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള 3 ഫംഗ്ഷൻസ് ആണ് ന്യൂ, സെറ്റ്, ഗെറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. C1 ഈക്വൽ ടു ഇൻഡിജർ ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിജർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. C1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്ന വാല്യൂ ആണ് 2. ഇൻഡിജർ എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് പാസ് ചെയ്യുന്ന വാല്യൂ ആണ് 2. ഇനി ഓൾട്ടർനേറ്റീവ് സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയും നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടത്താം. അല്ലെങ്കിൽ C2 ഈക്വൽ ടു ന്യൂ ഇൻഡിജർ ഓഫ് 3. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, C2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പാസ് ചെയ്യുന്ന വാല്യൂ 3 ആണ്. ഇനി C3 ഈക്വൽ ടു ന്യൂ ഇൻഡിജർ, പാരാമീറ്റർ ഒന്നും പാസ് ചെയ്തില്ല, ജസ്റ്റ് ഒരു C3 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തു. ഇൻഡിജർ എന്ന് പറയുന്ന ക്ലാസ്സിന് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഒരു സിൻടാക്സ്, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ചെയ്യാം. എന്താണ്, പാരാമീറ്റർ പാസ് ചെയ്യുന്ന 2 രീതി കാണിച്ചു, പാരാമീറ്റർ ഒന്ന് പാസ് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു. ഓക്കെ, ന്യൂ വെക്കാത്ത രീതിയിലൊരു ക്രിയേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് പേൾ എന്ന് പറയുന്ന ലാംഗ്വേജിലെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഇൻഡിജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് കണ്ടു. ഇവിടെ ടാലി എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഈ INC എന്ന് പറയുന്ന ഒരു സബ് ഫംഗ്ഷൻ അതിൽ എഴുതിയിട്ടുണ്ട്. ടാലി എന്ന് പറയുന്ന ക്ലാസ്സിലെ ഒരു ഫംഗ്ഷൻ ആണ് INC. അതിനുശേഷം ടാലി എന്ന് പറയുന്ന ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി @IS ഈക്വൽ ടു ഇൻഡിജർ, ദാറ്റ് മീൻസ് എന്താണ്, ഇതാണ് ഇൻഹെറിറ്റൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ മറ്റതിൽ എക്സ്റ്റൻസ്, ജാവയിലൊക്കെ എക്സ്റ്റൻസ് കീവേഡ് യൂസ് ചെയ്യുന്നില്ലേ, അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നതാണ് IS, @IS ഈക്വൽ ടു ഇൻഡിജർ. ദാറ്റ് മീൻസ് ടാലി എന്ന് പറയുന്ന ക്ലാസ് ഇൻഡിജർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ന്യൂയും സെറ്റും ഗെറ്റും ഏത് ക്ലാസ്സിന് കിട്ടും, ടാലി എന്ന് പറയുന്ന ക്ലാസ്സിന് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഹെറിറ്റൻസ് വരുന്നത് ഇങ്ങനെയാണ്. സോ ടാലി എന്ന് പറയുന്ന ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തു ഇൻഡിജറിന്. സോ ഗെറ്റും സെറ്റും ന്യൂയും എന്ന് പറയുന്ന ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. സോ ടാലി എന്ന് പറയുന്ന ക്ലാസ്സിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് INC. ഇതാണ് ഇൻഹെറിറ്റൻസ് വരുന്നത്. ഇങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് വരുന്നത്. ഇനി അടുത്തത് PHP ആൻഡ് ജാവാ സ്ക്രിപ്റ്റിലുള്ള പേളിന്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ PHP ആൻഡ് ജാവാ സ്ക്രിപ്റ്റ് അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഈ പറഞ്ഞിരിക്കുന്ന 2-3 ടോപ്പ് പോയിന്റ്സുകൾ നോക്കിയാൽ മതി. PHP എന്താണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്റർഫേസ്, ഇൻഹെറിറ്റൻസ്, വേരിയബിൾസ്, ഫൈനൽ മെത്തേഡ്, ക്ലാസ്സസ്, സ്റ്റാറ്റിക് ആൻഡ് കോൺസ്റ്റന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ എന്താണ് ആക്സസ് സ്പെസിഫയർ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് PHPയിലും യൂസ് ചെയ്യാം. ഓക്കെ, ആക്സസ് സ്പെസിഫയർ യൂസ് ചെയ്യാം, സ്റ്റാറ്റിക് യൂസ് ചെയ്യാം, ഫൈനൽ മെത്തേഡ് യൂസ് ചെയ്യാം, പിന്നെ എന്താണ് ഇന്റർഫേസ് യൂസ് ചെയ്യാം, ഇൻഹെറിറ്റൻസ് എന്നുള്ള ആ കൺസെപ്റ്റ് യൂസ് ചെയ്യാം, ക്ലാസ് യൂസ് ചെയ്യാം. ഇതൊക്കെ ഇതിൽ യൂസ് ചെയ്യാം, PHPയിൽ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കുറച്ച് ലാംഗ്വേജ് പേളിന്റെ ജസ്റ്റ് ഒരു കാര്യം, അത് സിലബസിൽ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് അത് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു. PHPന്റെ കേസിൽ ജസ്റ്റ് ഈ 2-3 സെന്റൻസുകൾ നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി. ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കില്ല, ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി അടുത്തത് ജാവാ സ്ക്രിപ്റ്റിന്റെ ഈ ഒരു സംഭവങ്ങൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ അടുത്തത് പൈത്തൺ ആൻഡ് റൂബിന്റെ കുറച്ച് കേസസ്. നമ്മൾ പേള് പറഞ്ഞു, PHP പറഞ്ഞു, ജാവാ സ്ക്രിപ്റ്റിന്റെ 2-3 സെന്റൻസുകൾ. പിന്നെ അടുത്തത് പൈത്തണും റൂബിന്റെയും ഇത് സിമ്പിൾ ആണ്, ഒന്നുമില്ല, ജസ്റ്റ് വായിച്ചാൽ മതി. രണ്ടും എന്താണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആണ്. പക്ഷേ പൈത്തൺ ആണ് റൂബിനേക്കാളും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ. പിന്നെ ഇതിലെ മെത്തേഡ്സ് ഒക്കെ, റൂബിയിലെ മെത്തേഡ്സ് ഒക്കെ ഔട്ട്സൈഡ് ദ ക്ലാസ്സിലും നമുക്ക് വിസിബിൾ ആണ്. രണ്ടും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. രണ്ടും വെബ് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈത്തൺ ഒരു ഫുള്ളി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണെങ്കിലും, പക്ഷേ പൈത്തൺ നോട്ട് ഫുള്ളി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്, പക്ഷെ റൂബി ഫുള്ളി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആണ്. പൈത്തണിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ റൂബി സിംഗിൾ ഇൻഹെറിറ്റൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്വിച്ച് എന്ന് പറയുന്നതൊക്കെ പൈത്തണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, റൂബിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ഞാൻ എടുത്തിട്ട് പൈത്തൺ ആൻഡ് റൂബി പറയാൻ കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പൈത്തൺ ആൻഡ് റൂബിന്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ, ഇതിൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ പൈത്തണിൽ ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ക്ലാസ് നെയിം കൊടുക്കും, അതിനുശേഷം എന്താണ് ആർഗ്യുമെന്റ് അത്. മറ്റേതെന്താണ്, ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ക്ലാസ് ഡോട്ട് ന്യൂ ഓപ്പറേറ്റർ വെച്ച്. ഇതാണ് റൂബിന്റെ സിൻടാക്സ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി, അന്ന് അധികം അങ്ങനെ പോകണ്ട. അപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. 5th മോഡ്യൂള് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ ഡെഫിനിഷൻ, അതിന് എക്സാമ്പിൾസ് 2-3 പഠിച്ചു വെക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ പാറ്റേൺ മാച്ചിങ്ങിൽ മിനിമൽ ആൻഡ് ഗ്രീഡി മാച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ഒരു
ഇറഗുലർ എക്സ്പ്രഷൻ തന്നിട്ട് ഒരു സ്ട്രിങ്ങും തന്നു കഴിഞ്ഞാൽ ആ പാറ്റേൺ എങ്ങനെയാണ് എഴുതുന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പ്ലസ് സ്റ്റാർ ക്വസ്റ്റ്യൻ മാർക്ക് അതൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് അത്രയും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓരോ ലാംഗ്വേജസിലും ഏത് ഡാറ്റ ടൈപ്സ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്, ന്യൂമറിക് എന്താണ്, കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, ഹാഷിങ്ങും അറേസും ഒക്കെ എങ്ങനെയാണ് പേളില് റൂബിയിൽ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ കണ്ടു. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പൈത്തൺ ആ ലാംഗ്വേജസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാര്യം കണ്ടു. അത് ഇനി അടുത്തത് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഓരോ ലാംഗ്വേജസും എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്, എല്ലാം കംപ്ലീറ്റ്ലി പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസൊക്കെ. ഇപ്പോൾ നമ്മൾ പേളിന്റെ ഒരു ക്ലാസിന്റെ എക്സാമ്പിൾ കണ്ടു, അതിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടു. പിന്നെ എന്താണ് PHPയും ജാവാസ്ക്രിപ്റ്റും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതുക. അതുപോലെ നെക്സ്റ്റ് എന്താണ് പൈത്തൺ റൂബി എന്താണ് എന്നുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കുറച്ച് കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ. ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ കോമൺ ആയിട്ട് ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 5th മോഡ്യൂളിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് വരുന്നത്. ഇനിയുള്ളത് നമ്മുടെ ഡൈനാമിക് മെത്തേഡ് ബൈൻഡിങ്